മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആൻജിയോപ്ലാസ്റ്റി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ. ഉപകരണ വിതരണക്കാർക്ക് നൽകാൻ കാരുണ്യ ഫണ്ടിൽ നിന്ന് അടിയന്തരമായി 2 കോടി രൂപ കൈമാറുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ആൻജിയോപ്ലാസ്റ്റിക്ക് ആവശ്യമായ ബലൂണുകളും ഗൈഡ് വയറുകളും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ഉച്ചയോടെ എത്തിക്കും. എന്നാൽ 2 കോടി രൂപ തന്നതുകൊണ്ട് മാത്രം ഉപകരണ വിതരണം പുനരാരംഭിക്കാൻ കഴിയില്ല എന്നാണ് വിതരണക്കാരുടെ സംഘടന പറയുന്നത്. മാർച്ച് 31 വരെയുള്ള കുടിശ്ശിക തീർത്തില്ലെങ്കിൽ സെപ്റ്റംബർ 1 മുതൽ സംസ്ഥാനത്തൊട്ടാകെ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണം നിർത്തുമെന്നും സംഘടനാ പ്രതിനിധികൾ മീഡിയ വണ്ണോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആൻജിയോപ്ലാസ്റ്റി നിർത്തിവെച്ചത് ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെയോടെ ഇതിനൊരു നിർദ്ദേശവുമായി മെഡിക്കൽ കോളേജ് അധികൃതരും മുന്നോട്ട് വന്നിരുന്നു. അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഉപകരണം വിതരണം ചെയ്യുന്നവർക്ക് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഒരു 2 കോടി രൂപ നൽകും. ഇത് കൂടാതെ തന്നെ കാരുണ്യ ഫണ്ട് വഴി ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നാളേക്ക് കുറച്ച് തുക കൂടി നൽകാമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ആരോഗ്യ വകുപ്പ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചത്. ഇതിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളുടെ സംഘടനയുടെ ഭാഗമായ ആളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നിതീഷ്, ഈ പറയുന്നത് പോലെ ഇത്തരമൊരു നിർദ്ദേശമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് കേരളം മൊത്തമുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഓൾമോസ്റ്റ് ഒരു 160 കോടി രൂപ പെൻഡിങ് ഉണ്ട്. അപ്പം നമ്മൾ ആവശ്യം ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം നമുക്ക് 160 കോടിയെന്ന് പറഞ്ഞാൽ ഏകദേശം 18 മാസത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പം നമ്മൾ ചോദിക്കുന്നത് 2025 ഓഗസ്റ്റ് 30 വരെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. കാരണം പേരൻറ്റ് കമ്പനി ക്രെഡിറ്റ് തരുന്നില്ല. അപ്പം നമുക്ക് സ്റ്റോക്കും അവൈലബിലിറ്റി കുറവാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത് സെപ്റ്റംബർ 1 മുതൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് നടത്താൻ ബുദ്ധിമുട്ട് എല്ലാവരും പറഞ്ഞതുകൊണ്ട് സെപ്റ്റംബർ 1 മുതൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയത്. അതായത് ഇപ്പോൾ 2 കോടി രൂപ നൽകാമെന്നുള്ളൊരു നിർദ്ദേശം, ഇന്ന് തന്നെ നൽകാമെന്നുള്ളൊരു നിർദ്ദേശം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കാരുണ്യ പദ്ധതി വഴി കുറച്ച് പണം കൂടെ നൽകാമെന്നാണ് മെഡിക്കൽ കോളേജ് പറയുന്നത്. അതിലെന്താണ്? നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് 160 കോടിയാണ്. കേരളം മൊത്തമല്ല, ഗവൺമെൻറ് 160 കോടിയാണ്. അപ്പോൾ അതിൽ 2 കോടി എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ള ആലോചിച്ചറിയാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ക്യാഷ് ബില്ലിംഗ് ഉണ്ട്. ഈ ക്യാഷ് ബില്ലിംഗ് അടക്കം പേഷ്യൻ്റ് ഈ കേസ് കഴിഞ്ഞ് ക്യാഷ് അടച്ച പേയ്മെൻറ്റ് അടക്കം 8 മാസം 9 മാസം പെൻഡിങ് ആണ്. ഓൾറെഡി പൈസ പേഷ്യൻ്റ് അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ 9 മാസം കഴിഞ്ഞ പെൻഡിങ് ആണ്. 2012 മുതൽ ട്രൈബലിൻ്റെ ഫണ്ട്, ട്രൈബലിൻ്റെ ഫണ്ട് ഓൾറെഡി അപ്രൂവ്ഡ് ഫണ്ടാണ്. 2012 മുതൽ ട്രൈബലിൻ്റെ ഫണ്ട്, പിന്നെ ഓൾമോസ്റ്റ് 13 കൊല്ലം മുന്നത്തെ ട്രൈബൽ ഫണ്ട് വരെ നമുക്ക് പെൻഡിങ് ആണ്. അത് പോരാഞ്ഞിട്ട് മാർച്ച് 2025 മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്കത് ഫ്രൂട്ട്ഫുൾ. കാരണം ഇതുവരെ ചരിത്രത്തിലില്ലാത്ത ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 60 കോടി 70 കോടിയാണ് സാധാരണ ഇതിൽ കൂടുതൽ വരാറുണ്ടായിരുന്നത്. ഇത് 160 കോടിയായി. ഈ ഒരു ലെവലിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത് ക്ലോസ് ചെയ്യേണ്ട ലെവലിലേക്ക് എത്തിപ്പോകും ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ. ഇതിപ്പോൾ ഈ ഒരു തുക മുഴുവനായി നൽകിയില്ലെങ്കിൽ ഇത് സംസ്ഥാനത്തൊട്ടാകെയാണ്, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഉപകരണങ്ങൾ നിർത്തിയിട്ടുള്ളത്? അല്ല, നമ്മൾ ഇപ്പം പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്തും സ്റ്റോക്ക് കുറഞ്ഞ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ആദ്യം കുറഞ്ഞത്. പക്ഷേ സെപ്റ്റംബർ 1 മുതൽ എല്ലാവരും സപ്ലൈയും ബുദ്ധിമുട്ട്, സ്റ്റോക്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 1 മുതൽ കുറച്ചുകൂടെ സ്റ്റോക്ക് വിശദാംശങ്ങൾ നൽകും. കാരുണ്യ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ഇതിന് വിതരണക്കാർക്ക് നൽകി ഉപകരണം മേടിക്കാനുള്ള തീരുമാനമായിരിക്കുന്നു. അത് എപ്പോൾ പ്രായോഗിക തലത്തിലേക്ക് വരും? അങ്ങനെയെങ്കിൽ ഈ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് നിർത്തിവെച്ച ആൻജിയോപ്ലാസ്റ്റി ഏത് ദിവസം മുതൽ പുനരാരംഭിക്കാൻ കഴിയും? ആദ്യം തന്നെ ചെറിയൊരു തിരുത്തുണ്ട്. അതായത് കാരുണ്യ ഫണ്ടിൽ നിന്നല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് 2 കോടി രൂപ, അവിടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് ഒരു 2 കോടി രൂപ ഇന്ന് തന്നെ കൈമാറും. ഇതിനുശേഷം 30 അവരോട് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ, അതായത് നാളെ അതിനുള്ളിൽ ഈ കാരുണ്യ ഫണ്ടിൽ നിന്ന് ആരോഗ്യമന്ത്രി കുറച്ച് തുക കൂടി കൈമാറുമെന്നാണ് ഇപ്പോൾ ഇവരെ ഈ ഉപകരണ വിതരണക്കാരെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്രയും തുക 160 കോടിയോളം രൂപ കുടിശ്ശിക ഉള്ള സമയത്ത് 2 കോടി രൂപ തന്നാൽ ഒരു മാസത്തെ ഇവരുടെ ഉപകരണ വിതരണത്തിന്റെ ചെലവ് തന്നെ 3 കോടിക്ക് മുകളിലാണ്. ആ സമയത്ത് വെറും 2 കോടി രൂപ തന്നാൽ എങ്ങനെ ഈ ഒരു വിതരണം പുനരാരംഭിക്കുമെന്നാണ് ഈ വിതരണക്കാർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് 31 വരെയുള്ള തുക നൽകിയാൽ മാത്രമേ വിതരണം പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് വിതരണക്കാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. എങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഈ ഒരു ഉപകരണങ്ങൾ ലഭിക്കുകയുള്ളൂ. ലഭിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്, ജില്ലാ ആശുപത്രി അടക്കമുള്ള ആശുപത്രികൾക്ക് കൈമാറാൻ
അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കും ജില്ലാ ആശുപത്രികളിലുമാണ് 160 കോടിയോളം രൂപ കുടിശ്ശികയുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക കുടിശ്ശികയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അത് ഏകദേശം 35 കോടിയോളം വരും. അത്രയും തുക പെൻഡിങ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് 2 കോടി രൂപ വാങ്ങി ഉപകരണം പുനരാരംഭിക്കാൻ കഴിയും എന്നാണ് ഈ വിതരണക്കാർ ചോദിക്കുന്നത്. എങ്കിലും താൽക്കാലിക പരിഹാരമായി ഒരു 2 കോടി രൂപ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കും. കാരുണ്യ പദ്ധതി വഴി കുറച്ച് തുക കൂടി കൈമാറാൻ ആരോഗ്യമന്ത്രിയും നിർദ്ദേശം വച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. ഇത് കൂടാതെ തന്നെ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഇപ്പോൾ തീർന്ന ഉപകരണങ്ങളായ ബലൂണുകളും വയറുകളും അടക്കം ഇന്ന് ഉച്ചയോടെ എത്തിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുറത്തുനിന്ന്, ഈ വിതരണക്കാരിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വാങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചതായും പ്രിൻസിപ്പൽ വിശദമാക്കിയിട്ടുണ്ട്.